നമ്മുടെ ചുറ്റുമൊന്ന് നോക്കിയാൽ സർക്കാരുണ്ട്, വലിയ ബിസിനസ്സുകളുണ്ട്, അല്ലേ? പക്ഷേ ഇവർക്ക് രണ്ടിനുമിടയിൽ അധികമാരും ശ്രദ്ധിക്കാത്ത എന്നാൽ വളരെ ശക്തമായ മറ്റൊരു ലോകമുണ്ട്. അതാണ് സിവിൽ സമൂഹം. എന്താണിത്? നമുക്കൊന്ന് വിശദമായി നോക്കാം. ഈ കാണുന്നതൊന്ന് നോക്കിക്കേ. ഒരു പ്രതിഷേധം, പിന്നെ ഒരു ചാരിറ്റിക്ക് വേണ്ടിയുള്ള പലഹാര വിൽപ്പന, ഒരു തൊഴിലാളി യൂണിയൻ. ഇതെല്ലാം തമ്മിൽ എന്താ ബന്ധം? ഒറ്റ നോട്ടത്തിൽ ഒരു ബന്ധവുമില്ലെന്ന് തോന്നാമല്ലേ? പക്ഷേ ഉണ്ട്. ഇതെല്ലാം ഒരേ ഒരു ശക്തിയുടെ പല രൂപങ്ങളാണ്. സിവിൽ സമൂഹം. സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെ എല്ലാം ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാണ്. അപ്പോ എന്താണ് ഈ സിവിൽ സമൂഹം എന്ന് പറയുന്നത്? അത് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ സർക്കാരിനും വലിയ ബിസിനസ് ലോകത്തിനും പുറത്തുള്ളൊരു സ്പേസിനെക്കുറിച്ച് ചിന്തിക്കണം. ആ ഒരു ഇടയിലാണ് ഇതിന്റെ എല്ലാം കേന്ദ്രം. വളരെ സിമ്പിളായി പറഞ്ഞാൽ ഇതാണ് സിവിൽ സമൂഹം. അതായത് സർക്കാരിന്റെ പൂർണ്ണ നിയന്ത്രണമില്ലാത്ത, അതേസമയം കച്ചവടത്തിന്റെ ലാഭം മാത്രം നോക്കാത്ത ഒരിടം. ഇവിടെയാണ് നമ്മളെപ്പോലുള്ള സാധാരണ ആളുകൾക്ക് ഒരുമിച്ച് കൂടാനും ശബ്ദമുയർത്താനും ശരിക്കുമുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനും പറ്റുന്നത്. സത്യത്തിൽ ഒരു ജനാധിപത്യം എത്രത്തോളം ആരോഗ്യകരമാണെന്നറിയണമെങ്കിൽ അവിടുത്തെ സിവിൽ സമൂഹത്തിലേക്ക് നോക്കിയാൽ മതി. പക്ഷേ ഈ സിമ്പിൾ നിർവചനത്തിൽ മാത്രം നമുക്ക് ഒതുങ്ങി നിൽക്കാൻ പറ്റില്ല. കാരണം ഇതിനകത്ത് വലിയ വലിയ ആശയങ്ങളുടെ ഒരു യുദ്ധം തന്നെ നടക്കുന്നുണ്ട്. അതെ, സിവിൽ സമൂഹമെന്ന് പറയുന്നത് എപ്പോഴും സമാധാനപരമായ ഒരിടമല്ല, അതൊരു പോർക്കളമാണ്. ആശയങ്ങൾ തമ്മിലുള്ള ഒരു പോർക്കളം. അപ്പോൾ നമുക്ക് ആദ്യത്തെ വലിയ ചോദ്യത്തിലേക്ക് വരാം. സിവിൽ സമൂഹം യഥാർത്ഥത്തിൽ നമ്മളെ സ്വതന്ത്രരാക്കുകയാണോ ചെയ്യുന്നത്? അതോ നമ്മളെ നിയന്ത്രിക്കാനും ഭരിക്കാനുമുള്ള വേറൊരു ഉപകരണമാണോ ഇത്? ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട ചിന്തകളുണ്ട്. ഒന്ന്, ലിബറൽ കാഴ്ചപ്പാട്. അതനുസരിച്ച് സിവിൽ സമൂഹം ഒരു ബഫർ സോൺ പോലെയാണ്. സർക്കാരിന്റെ അധികാരം കൂടിപ്പോകുമ്പോൾ നമ്മളെ സംരക്ഷിക്കുന്ന ഒരു കവചം. എന്നാൽ ഇതിനെതിരെ വേറൊരു വാദമുണ്ട്. മാർക്സിനെപ്പോലുള്ളവർ പറഞ്ഞത് സിവിൽ സമൂഹം യഥാർത്ഥത്തിൽ പണവും അധികാരവുമുള്ളവരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ളൊരിടം മാത്രമാണെന്നാണ്. പക്ഷേ പിന്നീട് വന്ന ഗ്രാംഷി എന്ന ചിന്തകൻ ഇതിനൊരു ട്വിസ്റ്റ് കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, ശരിയാണ്, സിവിൽ സമൂഹത്തെ മറ്റുള്ളവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ ഉപയോഗിക്കാം. പക്ഷേ അതേ സ്ഥലം തന്നെ അതിനെതിരെ പോരാടാനും പുതിയ ആശയങ്ങൾ കൊണ്ടുവരാനുമുള്ള ഒരു വേദിയായും നമുക്കുപയോഗിക്കാം. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം, സിവിൽ സമൂഹത്തിന്റെ യഥാർത്ഥ ലക്ഷ്യമെന്താണ്? ആളുകളെ ഒരുമിപ്പിച്ച് ഒരു നല്ല സമൂഹമുണ്ടാക്കുകയാണോ? അതോ സർക്കാർ ചെയ്യാൻ വിട്ടുപോകുന്ന കാര്യങ്ങൾ, ആ വിടവുകൾ നികത്തുകയെന്നതാണോ? കമ്മ്യൂണിറ്റേറിയൻ എന്ന് പറയുന്നൊരു കാഴ്ചപ്പാടുണ്ട്. അതനുസരിച്ച് സിവിൽ സമൂഹത്തിന്റെ പ്രധാന ജോലി നമ്മളെ തമ്മിൽ ബന്ധിപ്പിക്കുക എന്നതാണ്. നമ്മുടെ റെസിഡൻസ് അസോസിയേഷനുകൾ, ക്ലബ്ബുകൾ, ഇതെല്ലാം എന്തിനാണ്? അത് നമ്മൾക്കിടയിൽ ഒരു വിശ്വാസമുണ്ടാക്കാനാണ്. ഒരു പൊതുവായ നന്മയ്ക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കാൻ പഠിപ്പിക്കാനാണ്. അതായത് ഇവിടെ വ്യക്തിയുടെ അവകാശങ്ങളെക്കാൾ സമൂഹത്തിന്റെ കെട്ടുറപ്പിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. എന്നാൽ ഇതിന് നേരെ ഓപ്പോസിറ്റാണ് നവലിബറൽ ചിന്ത. അതായത് സർക്കാർ പതിയെ പതിയെ പല ഉത്തരവാദിത്തങ്ങളിൽ നിന്നും പിന്മാറുന്ന ഒരവസ്ഥ. അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം സർക്കാർ നൽകിയിരുന്ന പല സേവനങ്ങളും നിർത്തുന്നു. അപ്പോൾ ഉണ്ടാവുന്ന ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ NGOകൾക്കും മറ്റ് സംഘടനകൾക്കും ഫണ്ട് കൊടുക്കുന്നു. ഇതിലെ അപകടം എന്താണെന്ന് വെച്ചാൽ സർക്കാരിനെ ചോദ്യം ചെയ്യേണ്ട, വിമർശിക്കേണ്ട സിവിൽ സമൂഹം അവസാനം സർക്കാരിൻ്റെ ഒരു കോൺട്രാക്ടറെ പോലെ വെറുമൊരു സേവനദാതാവായി മാറുന്നു. അതിൻ്റെ ആ ഒരു രാഷ്ട്രീയ ശക്തി അതില്ലാതാവുന്നു. ഇതുവരെ നമ്മൾ സംസാരിച്ച ആശയങ്ങളെല്ലാം കൂടുതലും യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ രൂപപ്പെട്ടവയാണ്. പക്ഷേ ലോകമെന്ന് പറയുന്നത് അതല്ലല്ലോ. അപ്പോൾ നമുക്ക് ഈ പാശ്ചാത്യ കണ്ണടയൊന്ന് മാറ്റിവെച്ച് കുറച്ചുകൂടി വിശാലമായി ചിന്തിക്കാം. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഒരൊറ്റ അളവ് എല്ലാവർക്കും ചേരില്ല. അതായത് പാശ്ചാത്യ രാജ്യങ്ങളിൽ ശരിയാവുന്നൊരു മോഡൽ ലോകത്തെല്ലായിടത്തും ശരിയാവണമെന്നില്ല. ഓരോ നാടിനും അതിൻ്റേതായ ചരിത്രമുണ്ട്, സാഹചര്യങ്ങളുണ്ട്, അല്ലേ? ഈ ടേബിൾ നോക്കിയാൽ ആ വ്യത്യാസം വളരെ ക്ലിയറായി മനസ്സിലാകും. വെസ്റ്റേൺ രാജ്യങ്ങളിൽ സിവിൽ സമൂഹം എന്ന് പറഞ്ഞാൽ വലിയ രജിസ്റ്റേർഡ് NGOകളാണ്. പക്ഷേ ഇന്ത്യയൊക്കെ ഉൾപ്പെടുന്ന ഗ്ലോബൽ സൗത്തിൽ കാര്യങ്ങൾ അങ്ങനെയല്ല. ഇവിടെ പലപ്പോഴും അത്ര ഫോർമൽ അല്ലാത്ത കൂട്ടായ്മകളാണ് ഉണ്ടാവുക. അതിൻ്റെയൊക്കെ അടിസ്ഥാനം ചിലപ്പോൾ ജാതിയോ മതമൊക്കെ ആവാം. പിന്നെ ലക്ഷ്യവും വ്യത്യാസമുണ്ട്. ഗവൺമെന്റ് പോളിസി മാറ്റുക എന്നതിലുപരി ഇവിടെ പലപ്പോഴും അടിസ്ഥാന അവകാശങ്ങൾക്കും സാമൂഹിക നീതിക്കും വേണ്ടിയുള്ള പോരാട്ടങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സിവിൽ സമൂഹം എന്ന് പറയുന്നത് ഒരു പെട്ടിയിൽ അടച്ചുവെച്ചാൻ പറ്റുന്നൊരു സാധനമല്ല. അത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന, പല ആശയങ്ങളും തമ്മിൽ തർക്കിക്കുന്ന വളരെ ഡൈനാമിക്കായ ഒരു മേഖലയാണ്. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിൻ്റെ എല്ലാം ഒരു സംഗ്രഹം ഈ ടേബിളിലുണ്ട്. 6 വ്യത്യസ്ത ലെൻസുകളിലൂടെ നമുക്ക് സിവിൽ സമൂഹത്തെ കാണാൻ പറ്റും. ഒരു ഉദാഹരണം പറയാം. പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു ചാരിറ്റി സംഘടനയെപ്പറ്റി ചിന്തിക്കുക. നവലിബറൽ കണ്ണിലൂടെ നോക്കിയാൽ അതൊരു സേവനം നൽകുന്ന ഏജൻസിയാണ്. ഒരു മാർക്സിസ്റ്റ് കാഴ്ചപ്പാടിൽ നോക്കിയാലോ ഒരുപക്ഷേ അത് പണക്കാരുടെ ചീത്തപ്പേര് മാറ്റാനുള്ളൊരു തന്ത്രമായിരിക്കാം. ഇനി ഒരു കമ്മ്യൂണിറ്റേറിയൻ രീതിയിൽ നോക്കിയാൽ
അത് സമൂഹത്തിൽ സ്നേഹവും സഹകരണവും വളർത്തുന്ന ഒരു നല്ല കാര്യമാണ്. കണ്ടോ, ഒരേ സംഘടന, പക്ഷേ എത്ര വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ. അപ്പോൾ കാര്യം ഇതാണ്, നിങ്ങൾ ഏത് ലെൻസാണ് വെക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കുമെല്ലാം. അപ്പോൾ ഇനി നിങ്ങൾ അടുത്ത തവണ ഒരു റെസിഡൻസ് അസോസിയേഷൻ മീറ്റിംഗ് കാണുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയുടെ പ്രവർത്തനം കാണുമ്പോഴോ ഒരു നിമിഷമൊന്ന് ആലോചിക്കുക. എന്നിട്ട് സ്വയം ചോദിക്കുക, ഞാൻ ഏത് കണ്ണിലൂടെയാണ് ഇതിനെ കാണുന്നത്? ഇത് യഥാർത്ഥത്തിൽ എന്ത് പങ്കാണ് വഹിക്കുന്നത്? ആത്യന്തികമായി ഇത് ആർക്കു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? ഈ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയാൽ മതി, നമ്മൾ കാണുന്നതിനും അപ്പുറത്തുള്ളൊരു ലോകം നമ്മുടെ മുന്നിൽ തെളിഞ്ഞുവരും.